ഹായ് ഹലോ നമസ്കാരം. അമദാസ് മൾട്ടിക്കോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും ഒരു വെയിറ്റ് ലോസ് സാലഡ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ചെറുപയർ വെച്ചിട്ടാണ്. ഇത് വെയിറ്റ് ലോസിന് മാത്രമല്ല, ഷുഗർ പേഷ്യൻസിനും അതായത് പ്രമേഹമുള്ളവർക്കും പാല് കൊടുക്കുന്ന അമ്മമാർക്കും ഒക്കെ നല്ലതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാം. ഇത് ചെറുപയർ മുളപ്പിച്ചതാണ്. ഈ മുളപ്പിച്ച ചെറുപയർ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തതാണ്. പച്ചയ്ക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ദഹന പ്രശ്നമുള്ളവർക്ക് അത് അത്ര ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അത് വേണം. അത് കഴിഞ്ഞിട്ട് ഒരു പച്ചമുളക് രണ്ടായി കീറിയത്, ഒരു ചെറിയ ക്യാരറ്റ് ഒരെണ്ണം, കുക്കുംബറിന്റെ ഒരു പീസ്, സാലഡ് വെള്ളരിയുടെ ഒരു പീസ്, കുറച്ച് സവാള, കറിവേപ്പില. ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചാറ്റ് മസാല, ബ്ലാക്ക് സോൾട്ട് കുറച്ച്. അത് കഴിഞ്ഞിട്ട് ബദാം ചെറുതായിട്ട് നുറുക്കിയത് ഒരു 2-3 പംകിൻ സീഡ്സ്, റൈസിൻസ്, വെളുത്ത എള്ള്, സൺഫ്ലവർ സീഡ്സ്, കുറച്ച് കുരുമുളക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർത്താലും മതി. പിന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള ചിയ സീഡ്സ്. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് സാലഡ് ഉണ്ടാക്കിയെടുക്കാം. ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുപയർ ആവി കയറ്റിയത് ചേർത്ത് കൊടുക്കാം. മുളപ്പിച്ച ചെറുപയർ ബൗളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സാലഡ് വെള്ളരി, കറിവേപ്പില നുറുക്കിയത്, ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഒരു പകുതി സവാള. പിന്നെ ഇതിലേക്ക് മത്തന്റെ കുരു, കിസ്മിസ്, വെളുത്ത എള്ള്, കുരുമുളക്, സൺഫ്ലവർ സീഡ്സ്, ബദാം നുറുക്കിയത്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ചേർക്കണമെന്നില്ല. അവരവരുടെ കയ്യിൽ എന്താണോ ഉള്ളത്, എന്തൊക്കെയാണോ ഇഷ്ടം, അതൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചാറ്റ് മസാലയും ബ്ലാക്ക് സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചിയ സീഡ്സ് കുതിർത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചേർക്കുന്ന ഐറ്റംസ് ഒക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഇത് തന്നെ ചേർക്കണം അങ്ങനെയില്ല, എന്ത് വേണമെങ്കിലും ചേർക്കാം. ഫ്ലാക്സ് സീഡ്സ് വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പച്ച കപ്പലണ്ടി വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് നാരങ്ങാ നീരൊന്നും ചേർക്കുന്നില്ല, പകരം തൈരാണ് ചേർക്കുന്നത്. നല്ല കട്ടിയുള്ള, അധികം പുളിയില്ലാത്ത തൈര്, അതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇത്രയും മതിയാകും. ഞാനൊരു 6 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇതിൽ ഉപ്പ് മതിയാകും. പുളിയില്ലാത്ത തൈരായതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പ് തന്നെ മതിയാകും. അങ്ങനെ നമ്മുടെ സൂപ്പർ സാലഡ് റെഡി ആയിട്ടുണ്ട്. ചെറുപയർ മുളപ്പിച്ച് ആവി കയറ്റിയെടുത്ത സാലഡ്. ഇതിലേക്ക് തക്കാളിയോ അങ്ങനെ എന്തെങ്കിലും എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല, എനിക്ക് ഇത്രയും മതി. ഈ സാലഡ് വെയിറ്റ് ലോസിന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രമേഹമുള്ളവർക്കും
പാൽ കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ പറ്റിയതാണ്. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഉറപ്പായിട്ട് കമന്റ് ഇടുക. ഇഷ്ടമാകുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അടുത്തൊരു വിഭവമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.